ആമീസ് അടുക്കള ബ്ലോഗിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫിഷ് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേരച്ചൂര, നെയ്ച്ചൂര എന്ന് പറയും. അത് വെച്ചാൽ അത് ശകലം മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ട് ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്, അത് ഗ്യാസ് കത്തിച്ചിട്ടില്ല. നമുക്ക് അതിലോട്ട് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. മീൻ എത്രയുണ്ട് അതിന് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയ്ക്ക് അതോട്ട് നമുക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇടാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഇട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് കാശ്മീരി ചില്ലി മുളക് പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ചേർക്കാം. പിന്നെ ശകല കുരുമുളക് പൊടി ചേർത്തിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഏറ്റവും കുറച്ച് വെച്ചിട്ട് വേണം. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില, അതിലോട്ട് തന്നെ ഇഞ്ചി, ഒരു 5-6 കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്, അതും അങ്ങോട്ട് കൊടുക്കാം. ഒരു കൈ ചെറിയ ഉള്ളി ചതച്ചതുകൊണ്ട് അതും അങ്ങോട്ട് കൊടുക്കാം. മീനെ ശകല ഉപ്പ് നമ്മൾ പുരട്ടി വെച്ചിരുന്നു, അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. കുറച്ച് ഉപ്പ് മതി. ഇതൊന്ന് അതിൻ്റെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് പിഴിപുളി അത് നേരിട്ട് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് എത്ര വേണോ നമുക്ക് അതിൻ്റെ അനുസരിച്ച് പുളിയുടെ അനുസരിച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂണ് വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിക്കുക. ഇത് ചൂടുവെള്ളം ഒഴിക്കുന്നത് മസാലയല്ലോ ആ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടി. എന്നിട്ട് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് നിരത്തി വെച്ചിട്ട് നമുക്ക് ഇതിലോട്ട് ഏത് മീനാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം മത്തി ആയാലും അയില എല്ലാ മീനും നല്ലതാണ് ഇതിങ്ങനെ വെക്കാൻ. നമുക്ക് കിട്ടിയപ്പോൾ ഈ മീനായതുകൊണ്ട് ഇതങ്ങോട്ട് നിരത്തി വെക്കാം. ഇതിങ്ങനെ ഒന്ന് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ തിരിച്ചിടണം. തിരിച്ചിട്ടിട്ട് ഈ മസാല ഈ മീൻ്റെ മുകളിലോട്ട് എല്ലാം വെച്ച് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ചെയ്ത് ലാസ്റ്റ് ശകലം പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇടാം. അത് നമുക്ക് കാണിക്കാം. ഒന്ന് അടച്ചു വെച്ചാൽ ഞാൻ ഒന്ന് തിരിച്ചിട്ടായിരുന്നു. ഇനി മറ്റേ സൈഡിലും തിരിച്ചും മറിച്ചു വിട്ട് നമുക്ക് എത്രയും വറ്റിച്ചെടുക്കുന്നോ എത്രയും മൊരിച്ചെടുക്കുന്നോ ആ രീതി നമുക്ക് എടുക്കാം. മസാല എല്ലാം അതേ പിടിച്ച് നല്ല ഇതായിട്ട് വരും. നല്ല ടേസ്റ്റ് ചെയ്ത്. ഇത് മത്തി അയിലൊക്കെയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് എന്ന് പറയും. നമ്മുടെ വളരെ എളുപ്പം റെഡിയാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ.